കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി കർഷക നയങ്ങൾക്കെതിരെ STU അതിജീവന സമരം നടത്തി. തൊഴിലാളികളെ രക്ഷിക്കൂ, കർഷകരെ സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലയിലെ 100 കേന്ദ്രങ്ങളിലായിരുന്നു സമരം. This news brought to you by ഓരോ വീട്ടമ്മയും മോഹിക്കും ഗൃഹോപകരണങ്ങളുടെ നൂതന കലവറ. കീശ കാലിയാക്കാതെ ഇനി അടുക്കള നിറയ്ക്കാം. ടോട്ടോ മോൾ, bigger showroom for kitchen and home appliances. ടോട്ടോ മോൾ, 9 മർമൂല, കാസർഗോഡ്. എല്ലാ പ്രതികൂല കാലാവസ്ഥയിലും നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന ആളുകളാണ് നമ്മുടെ ജവാന്മാർ. ആ ജവാന്മാർ ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പില്ല. അതുപോലെ തന്നെ നമ്മുടെ കർഷകർ ഏത് പാർട്ടി നാട് ഭരിക്കുകയാണെങ്കിലും കർഷകരില്ലെങ്കിൽ നമ്മുടെ ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ വളരെ ആവേശപൂർവ്വം വിളിക്കുന്നത് ജയ് ജവാൻ ജയ് കിസാൻ എന്ന്. ഇന്ന് ആ കർഷകരെ ദ്രോഹിക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെൻറ് അനുവർത്തിച്ചു വരുന്നത്. STU ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശവ്യാപകമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി കർഷക ദ്രോഹ നീതി നിഷേധ നയങ്ങൾക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലയിലെ 100 കേന്ദ്രങ്ങളിൽ വിവിധ ഫെഡറേഷൻ യൂണിയൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അതിജീവന സമരം സംഘടിപ്പിച്ചത്. ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് STU ദേശീയ വൈസ് പ്രസിഡന്റ് A. അബ്ദുൽ റഹ്മാൻ നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി മുത്തലിബ് പാറക്കട്ട അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് എടനീർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി, സുബൈർ മാര, A. ഷാഫി എന്നിവർ സംസാരിച്ചു. തളങ്കര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് TE അബ്ദുള്ളയും, കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം NA നെല്ലിക്കുന്ന് MLAയും, വിദ്യാനഗർ BC റോഡ് ജംഗ്ഷനിൽ STU ജില്ലാ പ്രസിഡന്റ് A. അഹമ്മദ് ഹാജിയും, MG റോഡിൽ STU ജില്ലാ ജനറൽ സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചിയും, താലൂക്ക് ഓഫീസ് പരിസരത്ത് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് എടനീരും, അണങ്കൂരിൽ നഗരസഭാ ചെയർപേഴ്സൺ B. ഫാത്തിമ ഇബ്രാഹിമും, പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് STU ജില്ലാ സെക്രട്ടറി മുത്തലിബ് പാറക്കട്ടും സമരം ഉദ്ഘാടനം ചെയ്തു. ചെർക്കള, ബോവിക്കാനം എന്നിവിടങ്ങളിലും സമരം നടന്നു. ന്യൂസ് ഡെസ്ക് KCN.